ഹൊറർ മൂവീസ് ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പടമാണ് ഡൈസറ എന്ന് പറയുന്നത്. പ്രണവ് മോഹൻലാൽ അതേപോലെ തന്നെ ജിബിൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. വാഴയിലൊക്കെ ഉള്ളൊരു നടനാണ് ആളും. രണ്ടുപേരും നല്ല മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കുമാണ് ലീഡ് റോൾസ് ഉള്ളത്. രണ്ടുപേരും തന്നെ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ടിനെ പറ്റി പറയുമ്പോഴേക്കും ഇതിൽ ഹൊറർ കൂടുതലായിട്ട് അവർ കൊണ്ടുവന്നേക്കുന്നത് സൗണ്ട് വഴിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രെയിം വർക്ക്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴേക്കും ചില സീൻസൊക്കെ നല്ല രസമായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഓരോ സൗണ്ടും ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട്സ് പോലും അവർ ശരിക്കും അതിൻ്റെ ആ ഒരു ഹൊറർ എലമെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരെല്ലാവരും തിയേറ്റർ ചൂസ് ചെയ്യുമ്പോഴേക്കും നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള തിയേറ്റർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു രക്ഷയില്ല, എല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യുക. ഞാൻ എറണാകുളത്തുള്ള കവിത തിയേറ്ററിലാണ് പോയി കണ്ടത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് നല്ല രീതിയിൽ പേടിയായി. ചില സീൻസൊക്കെ വന്നപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് എനിക്ക് ഓടിയാലോ എന്ന് വരെ വിചാരിച്ചേക്കുക. അത്രയും അങ്ങനത്തെ സീൻസ് വരെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന ഹൊറർ മൂവീസിലുള്ള പോലത്തെ പേടിപ്പിക്കലൊന്നുമില്ല. ഇപ്പോൾ ലൈക്ക് ഒരു ക്യാമറയിലേക്ക് പെട്ടെന്നൊരു ഫേസ് ചാടി വരിക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് പിടിച്ചേക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹൊറർ മൂവീസിന് ഇനിയിപ്പോൾ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആലോചിച്ച് തന്നെയാണ് അവർ അത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ രാഹുൽ സദാശിവൻ്റെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയിട്ടുള്ള ഭൂതകാലം അതിലേക്കൊക്കെ ക്ലബ് ചെയ്യാനും ഒരു ചാൻസ് കാണുന്നുണ്ട്. അത് നമ്മളെന്തായാലും അവർ എന്താ ചെയ്യുന്നതെന്ന് നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഡൈസറ നല്ലൊരു പടമാണ്. എല്ലാവരും പോയി എൻജോയ് ചെയ്യാം. താങ്ക് യു.